അതിനെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഞാൺ അല്ലെങ്കിൽ കോഡ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഞാൺ അല്ലെങ്കിൽ കോഡ് എന്ന് പറയുന്നത്. ടീച്ചേഴ്സ് അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടറ്റ് കാറ്റഗറി 1-2 പരീക്ഷകളിൽ വൃത്തങ്ങളുടെ ചുറ്റളവ് എന്ന ഭാഗത്ത് നിന്ന് ഏതൊക്കെ തരം ചോദ്യങ്ങളാണ് സാധാരണ കാണാറുള്ളത്, അതാണ് നമ്മളിത് നോക്കുന്നത്. അപ്പൊ വൃത്തങ്ങളുടെ ചുറ്റളവിന് നമുക്കൊരു ഫോർമുലയുണ്ട്. ആ ഫോർമുലയിൽ നിന്ന് തിരിച്ചു മറിച്ചും ഏതൊക്കെ രീതിയിൽ ചോദിക്കാം. 2-3 ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എങ്ങനെയാണ് അതിൽ ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളത്. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. 10 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു വൃത്തത്തിന്റെ ചുറ്റളവ് എത്രയാണ്? അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 2-3 ടേംസ് ആണ് അറിയേണ്ടത്. ഒന്ന്, എന്താണ് വ്യാസം, ഇനി എന്താണ് ചുറ്റളവ് എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം, വൃത്തം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത പോയിന്റിൽ നിന്ന് ഒരു നിശ്ചിത അകലത്തിൽ വരുന്ന എല്ലാ ബിന്ദുക്കളുടെയും കളക്ഷൻ ആണ് വൃത്തം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ നിശ്ചിത പോയിന്റിനെയാണ് സെന്റർ അല്ലെങ്കിൽ വൃത്ത കേന്ദ്രം എന്ന് വിളിക്കുന്നത്. ഇനി ഈ നിശ്ചിത ദൂരത്തിന് നമ്മൾ വിളിക്കുന്നത് എന്താണ്? ആരം അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന, നമുക്ക് ഏകദേശം ബേസിക് ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി ഈ 2 ആരം നമ്മൾ കൂട്ടി വെച്ച് കഴിഞ്ഞാലാണ് നമുക്കൊരു വ്യാസം കിട്ടുന്നത്. അതായത് ഈ തന്നിരിക്കുന്ന ആരത്തിനെ ഞാൻ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ നമ്മൾ വൃത്തത്തിൽ മുട്ടുന്ന രീതിയിൽ വരച്ചു കഴിഞ്ഞാൽ അതെന്തായി? വ്യാസമായി അല്ലെങ്കിൽ ഡയമീറ്റർ ആയി. അപ്പൊ നമുക്ക് പറയാം വ്യാസത്തിന് ഇംഗ്ലീഷ് ഡയമീറ്റർ ആയതുകൊണ്ട് തന്നെ വ്യാസത്തിന് നമ്മൾ ഡി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 2 റേഡിയസ് ചേരുമ്പോഴാണ് നമുക്കൊരു വ്യാസം കിട്ടുന്നത്. അപ്പൊ റേഡിയസിന് ഞാൻ R എന്ന് പറയുന്ന ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഡയമീറ്റർ ആയിട്ട് എന്ത് എഴുതാം? 2R എന്ന് എഴുതാം. ഡയമീറ്റർ 2R എന്ന് എഴുതാം. ഈ 2R ആണ് നമുക്ക് 10 സെന്റിമീറ്റർ ആണ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് ഞാൻ 10 സെന്റിമീറ്റർ എന്ന് എഴുതുകയാണ്. ഇനി നമുക്ക് വേണ്ടത് എന്താണ് വൃത്തത്തിന്റെ ചുറ്റളവ്. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഈ ഒരു പോയിന്റ് തൊട്ട് ഇങ്ങനെ കറങ്ങി ഇവിടെ വരെ നമ്മൾ വരച്ചിരിക്കുന്ന ഈ വരയെ ഞാൻ ഇങ്ങനെ നീട്ടി വെച്ച് കഴിഞ്ഞാൽ അതിന് എത്ര നീളം ഉണ്ടാവും? അതാണ് അതിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ അല്ലെങ്കിൽ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ എന്ന് നമ്മൾ പറയുന്നത്. ചുറ്റളവിന്റെ ഫോർമുല, ചുറ്റളവ്, സർക്കിളിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2 × π × r ആണ്. 2πr. അതായത് പൈ എന്ന് പറഞ്ഞാൽ 3.14 അല്ലെങ്കിൽ 22/7 എന്ന് പറയുന്ന കോൺസ്റ്റന്റ്, r എന്ന് പറഞ്ഞാൽ റേഡിയസ്. ഇവിടെ നമുക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ 2r എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയമീറ്റർ ആണല്ലോ, വ്യാസമാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെയും എഴുതാം? d × π എന്ന് വേണമെങ്കിലും എഴുതാം. 2r എന്ന് പറഞ്ഞാൽ വ്യാസമാണ്. അപ്പൊ 2r നമുക്ക് d എന്ന് എഴുതാം, ഡയമീറ്റർ വ്യാസമായിട്ട് എഴുതാം, പൈ എന്ന് വേണമെങ്കിലും എഴുതാം. ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. നമ്മളോട് പറഞ്ഞ എന്താണ്? 10 സെന്റിമീറ്റർ വ്യാസമുള്ള വൃത്തത്തിന്റെ ചുറ്റളവ്. ഇവിടെ d 10 സെന്റിമീറ്റർ ആണ്. നമുക്ക് ഉത്തരം എന്ത് കിട്ടും? 10π എന്ന് ഉത്തരം കിട്ടും. ഇനി ഈ പൈന്റെ വാല്യൂസ് എന്ന് പറയുന്നത് നമ്മൾ 3.14 എന്ന് എടുക്കും, അല്ലെങ്കിൽ 22/7 എന്ന് എടുക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഓപ്ഷനിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് പൈ രൂപത്തിലാണെങ്കിൽ 10π അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രൂപത്തിലാണെങ്കിൽ നിങ്ങൾക്ക് പൈ വാല്യൂ കൊടുക്കാതെ ഇത് തന്നെ ചെയ്യാം. ഇനി വല്ല ഡെസിമലോ അല്ലെങ്കിൽ ഫ്രാക്ഷനോ ഒക്കെ ആയിട്ടാണ് തരുന്നതെന്നുണ്ടെങ്കിൽ പൈക്ക് നിങ്ങൾ വാല്യൂ കൊടുക്കേണ്ടി വരും. നമ്മൾ കൺസെപ്റ്റ് പറയുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഓപ്ഷൻ ഇടാതെ ഇങ്ങനെ എല്ലാ ഭാഗവും പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇവിടെ ഞാൻ പൈക്ക് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും? 10 × 3.14. 10 × 3.14 എന്ന് പറഞ്ഞാൽ 31.4 സെന്റിമീറ്റർ ആയിരിക്കും ചുറ്റളവ് വരും. ഇനി അങ്ങനെയല്ല, 10 × 22/7 ആണെങ്കിലും എന്ത് തന്നെ വരും? നമ്മൾ 220/7 എന്ന് വരും. ഇതേ ഉത്തരം കിട്ടും, 31.4 എന്ന് പറയുന്ന ഉത്തരം കിട്ടും. എങ്ങനെയാണ് നമ്മൾ ചുറ്റളവ് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ ആ ഫോർമുല പഠിച്ചു വെക്കുക, 2πr എന്നുള്ള ഫോർമുല പഠിച്ചു വെക്കുക. വ്യാസം എന്താണ്, ആരം എന്താണ്, വൃത്ത കേന്ദ്രം എന്താണ്, ഇത്രയും കാര്യങ്ങൾ എന്നുള്ള ടേംസ് നിങ്ങൾ പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, ഒരു വൃത്തത്തിന്റെ ചുറ്റളവ് 66 സെന്റിമീറ്റർ ആയാൽ അതിൽ വരയ്ക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഞാണിന്റെ നീളം എത്ര? എന്താണ് ഞാൻ? നേരത്തെ നമ്മൾ വ്യാസം വരച്ചു അല്ലെ? വ്യാസം എങ്ങനെയായിരുന്നു? ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റേഡിയസ് വരച്ച് ആ റേഡിയസിന് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ വരച്ചപ്പോഴാണ് അത് വ്യാസമായത്, ഡയമീറ്റർ ആയത്. ശരിക്കും ഈ വ്യാസം എന്താണ്? ഈ വൃത്തത്തിലെ 2 ബിന്ദുക്കളെ യോജിപ്പിക്കുന്ന ഒരു വരയാണ് വ്യാസം. പക്ഷെ അത് ഏതിലൂടെ കടന്നു പോകുന്നുണ്ട്? വൃത്ത കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോ വ്യാസം എന്ന് പറയുന്നത് വൃത്തത്തിലെ ഏതോ 2 ബിന്ദുക്കളെ യോജിപ്പിച്ച് പക്ഷെ വൃത്ത കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന ഒരു വരയാണ് വ്യാസം. ഇനി വൃത്തത്തിലെ ഏതെങ്കിലും 2 ബിന്ദുക്കളെ ഇങ്ങനെ യോജിപ്പിക്കുന്ന ഒരു വര, അതിനെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഞാൺ അല്ലെങ്കിൽ കോഡ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഞാൺ അല്ലെങ്കിൽ
കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഏത് വരയും ആവാം, എങ്ങനെ വേണമെങ്കിലല്ലോ. വൃത്തത്തിൽ രണ്ട് ബിന്ദുക്കളെ യോജിപ്പിക്കുന്ന ഒരു വരയായാൽ മതി, അത് ഞാനാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഈ വ്യാസത്തിന് ഞാനാണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, വ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളെ യോജിപ്പിച്ച് വൃത്ത കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്നതാണ് വ്യാസം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വ്യാസം ഒരു ഞാനായിരിക്കില്ലേ? ഞാനാണ്. നമുക്ക് പറയാം, വൃത്തകേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന ഞാനാണ് എന്ത്? വ്യാസം എന്ന് പറയുന്നത്. വൃത്തകേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന, വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളെ യോജിപ്പിക്കുന്ന വരയാണ് ആര്? വ്യാസം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു റിസൾട്ട് കൂടെ പറയാം. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനൊരു ഞാൻ വരച്ചു, ഇങ്ങനൊരു ഞാൻ വരച്ചു, ഇവിടെ ഞാൻ വരച്ചു, ഇവിടെ ഞാൻ വരച്ചു. നമ്മൾ ഈ ഞാനുകളെയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിലേറ്റവും വലുത് ഈ വൃത്തകേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന ഞാനായിരിക്കും. അതായത് നമ്മൾ ഏതൊക്കെ ഞാൻ വരച്ചാലും വ്യാസമായിരിക്കും നമുക്ക് ആ സർക്കിളിൽ വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ നീളം കൂടിയ ഞാനെന്ന് പറയുന്നത്. അതാണ് ഈ തന്നിരിക്കുന്നത്. വൃത്തത്തിന്റെ ചുറ്റളവ് തന്നിട്ടുണ്ട്. ആ വൃത്തത്തിൽ വരയ്ക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഞാണിന്റെ നീളം എത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? വ്യാസത്തിന്റെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, നമുക്കറിയാം വൃത്തത്തിന്റെ ചുറ്റളവ് 2πr ആണ് അല്ലെ. ആ 2πr ആണ് നമുക്ക് 66 സെന്റിമീറ്റർ ആയിട്ട് തന്നിരിക്കുന്നത്. 2πr ആണ് 66 സെന്റിമീറ്റർ ആയിട്ട് തന്നിരിക്കുന്നത്. കണ്ടുപിടിക്കേണ്ടത് ഏറ്റവും വലിയ ഞാൻ അല്ലെങ്കിൽ വ്യാസം അല്ലെങ്കിൽ 2r ആണ് കണ്ടുപിടിക്കേണ്ടത്. 2r ഇവിടെ ഉണ്ടല്ലോ, ഓൾറെഡി നമ്മുടെ കയ്യിൽ 2r ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ പൈനെ മാത്രം ഇവിടേക്ക് കൊണ്ടുപോവുക. അതായത് 2r is equal to 66 divided by പൈ എന്ന് വരും. 2r ആണ് d. ഓക്കെ, അപ്പൊ d is equal to 2r which is equal to 66 divided by, ഞാൻ പൈക്ക് 22/7 എന്നുള്ള വാല്യൂ കൊടുക്കുകയാണ്. 22. അപ്പൊ by 7 എന്നുള്ളത് എന്താവും? ന്യൂമറേറ്ററിലേക്ക് ഇങ്ങനെ പോകും, ഇൻറ്റു 7 ആവും. ഇനി 66/22 നമ്മളൊരു 11 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6/2 ഇൻറ്റു 7 എന്ന് കിട്ടും. 6/2 3 ആണ്. 3 ഇൻറ്റു 7 എന്താണ്? 21 സെന്റിമീറ്റർ ആണ്. അതായത് ഈ തന്നിരിക്കുന്ന സർക്കിളിൽ നമുക്ക് വരയ്ക്കാൻ കഴിയുന്ന ഡയമീറ്ററിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 21 ആണ്. ഇനി ഇതേ ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഈ ചുറ്റളവ് തന്നിട്ട് ഇതിൽ നിങ്ങൾക്ക് ഈ സർക്കിളിന്റെ ആരം എത്ര, റേഡിയസ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇവിടുന്ന് ഈ 2നെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് 6 മാത്രം കിട്ടും. അപ്പൊ ഈ 21ന്റെ പകുതിയായിരിക്കും റേഡിയസ് ആയിട്ട് വരിക. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചോദ്യം ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഫാക്ട് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും വലിയ ഞാൻ വ്യാസമാണ് എന്നുള്ളതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഒരു വൃത്തകേന്ദ്രത്തിൽ നിന്നും 4 സെന്റിമീറ്റർ അകലെയുള്ള ഞാണിന്റെ നീളം 4 സെന്റിമീറ്റർ ആണ്. വൃത്തത്തിന്റെ ചുറ്റളവ് കണക്കാക്കുക. ഡീറ്റെയിലിംഗ് നമ്മൾ ഒന്ന് ചിത്രത്തിലേക്ക് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താം. അതായത് ഇവിടുന്ന് വൃത്തകേന്ദ്രത്തിൽ നിന്ന് 4 സെന്റിമീറ്റർ അകലെ, വൃത്തകേന്ദ്രത്തിൽ നിന്ന് 4 സെന്റിമീറ്റർ അകലെ നമ്മളൊരു 6 സെന്റിമീറ്റർ നീളമുള്ള ഞാനാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഇത് 4 സെന്റിമീറ്റർ, ഇത് ടോട്ടലി 6 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ വൃത്തത്തിന്റെ ചുറ്റളവ് കണക്കാക്കണം. നമുക്കറിയാം ചുറ്റളവ് കണക്കാക്കണമെങ്കിൽ 2πr ആണ്. അതായത് ഈ റേഡിയസ് എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് കിട്ടിയാൽ മാത്രമാണ് ചുറ്റളവ് കണ്ടുപിടിക്കാൻ പറ്റുക. റേഡിയസോ വ്യാസമോ ഏത് കിട്ടിയാലും നമുക്ക് 6 കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, ഇവിടുന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് ലംബ ദൂരമായിരിക്കും. ഒരു പോയിന്റിൽ നിന്ന് ഒരു വരയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ അതെപ്പോഴും ലംബ ദൂരം, അതായത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുന്ന ഇവിടെയുള്ള കോഡ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്കൊരു 90 ഡിഗ്രി ആംഗിൾ ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ട റിസൾട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വൃത്തത്തിന്റെ വൃത്ത കേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്ക് ഒരു ലംബം വരയ്ക്കുകയാണെങ്കിൽ, സെന്ററിൽ നിന്ന് കോഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ, ആ കോഡിനെ ഈ പറയുന്ന ലംബം തുല്യമായ 2 കഷ്ണങ്ങളായിട്ട് മുറിക്കും അല്ലെങ്കിൽ സമഭാഗം ചെയ്യും. അതായത് ഈ ഞാൻ 6 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ലംബം വരച്ചു കഴിഞ്ഞാൽ ഇതൊരു 3 കഷ്ണവും ഇതൊരു 3 കഷ്ണമല്ല 3 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററും ഉള്ള 2 കഷ്ണങ്ങളാക്കി മുറിക്കും. അതൊരു റിസൾട്ടാണ്. വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്ക് ഒരു ലംബം വരച്ചാൽ അത് ഞാണിനെ സമഭാഗം ചെയ്യും. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? 2, 3 കിട്ടിയല്ലോ. ഇനി ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒരു മട്ട ത്രികോണം കിട്ടുന്നുണ്ട്. ഞാൻ ആ മട്ട ത്രികോണത്തിനെ ഒന്ന് മാറ്റി വരയ്ക്കട്ടെ. ഇവിടെ നിന്ന് ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഞാൻ ഇതിന് OBA എന്നെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് 4 സെന്റിമീറ്റർ തന്നു, ഇത് 3 സെന്റിമീറ്റർ ആണ് നമ്മൾ കണ്ടുപിടിച്ചു. നമുക്കിനി വേണ്ടത് ചുറ്റളവ് കണ്ടുപിടിക്കണമെങ്കിൽ റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ്. അത് ഈ പറയുന്ന ലെങ്ത് അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്, അതായത് നമ്മുടെ ഫിഗറിലെ AO ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒരു മട്ട ത്രികോണത്തില് 2 സൈഡുകൾ തന്ന് 3ാമത്തെ സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? പൈതഗോറസ് തിയറം യൂസ് ചെയ്യാം. പൈതഗോറസ് തിയറം എന്താണ്?
പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ അല്ലെ. അതായത് പാദവും ലംബവും ഏതൊക്കെയാണ്? 3ഉം 4ഉം ആണ്. അതായത് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ആണ് നമ്മുടെ AO സ്ക്വയർ എന്ന് പറയുന്നത്. അതായത് ഇവിടെ 9 പ്ലസ് 16 ആണ് AO സ്ക്വയർ, 25 ആണ് AO സ്ക്വയർ. അപ്പൊ AO എന്ന് പറയുന്നത് എന്തായിരിക്കും? 25ന്റെ റൂട്ട്, അതായത് 5 സെന്റിമീറ്റർ ആയിരിക്കും. നമുക്ക് തന്നിരിക്കുന്ന സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 സെന്റിമീറ്റർ ആയിരിക്കും. റേഡിയസ് നമ്മൾ 5 സെന്റിമീറ്റർ ആണെന്ന് കണ്ടുപിടിച്ചു. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ചുറ്റളവ് കണ്ടുപിടിക്കണം. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 2πr. അപ്പൊ 2 × π × റേഡിയസ് 5 ആണ് 10π. നമ്മൾ ആദ്യം ചെയ്ത ആ ചോദ്യത്തിലുള്ള അതേ വാല്യൂസ് വരും. ഒന്നുകിൽ നിങ്ങൾക്ക് 10π എന്ന് എഴുതാം, അല്ലെങ്കിൽ 31.4 സെന്റിമീറ്റർ എന്ന് എഴുതാം. അപ്പോൾ 2πr അല്ലെങ്കിൽ സർക്കിളിന്റെ ചുറ്റളവ് വെച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ചോദ്യങ്ങൾ ഏകദേശം ഇതുപോലെയൊക്കെയാണ്. ഇങ്ങനെയൊക്കെയാണ് തിരിച്ചും മറിച്ചുമൊക്കെ ചോദിക്കുക. അപ്പൊ എന്തായാലും കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് മറ്റുള്ള വീഡിയോസിൽ കാണാം. നമസ്കാരം.